റബ്ബർ ഡീലേഴ്സ് അസോസിയേഷൻ വണ്ടൂർ യൂണിറ്റ് ജനറൽ ബോഡി യോഗവും പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടന്നു. വണ്ടൂർ വ്യാപാരി ഭവനിൽ വെച്ച് നടന്ന പരിപാടി IRDF മലപ്പുറം ജില്ലാ പ്രസിഡന്റ് KV ജോഷി ഉദ്ഘാടനം ചെയ്തു. റബ്ബർ വ്യാപാരികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അസോസിയേഷന് സാധിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. നിലവിൽ റബ്ബറിന് നല്ല വില ലഭിക്കുന്നതിനാൽ കർഷകർക്കും വ്യാപാരികൾക്കും വലിയ പ്രതിസന്ധികളില്ലെന്നും ഈ വില നിലവാരം തുടർന്നു പോയാൽ അത് റബ്ബർ മേഖലയ്ക്ക് ഏറെ ഗുണകരമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞാൻ മലപ്പുറം റബ്ബർ ഡീലേഴ്സ് അസോസിയേഷൻ്റെ ജില്ലാ പ്രസിഡൻ്റാണ്. ഇന്ന് ഇവിടെ വണ്ടൂർ യൂണിറ്റിൽ നമ്മുടെ ജില്ലയിൽ 6 യൂണിറ്റുകളാണുള്ളത്. ആ യൂണിറ്റുകളിൽ വണ്ടൂർ യൂണിറ്റിൻ്റെ ജനറൽ ബോഡിയും തെരഞ്ഞെടുപ്പുമാണ് ഇന്നിവിടെ നടക്കുന്നത്. മലപ്പുറം റബ്ബർ ഡീലേഴ്സ് അസോസിയേഷൻ സംബന്ധിച്ച് നല്ല രീതിയിൽ നടക്കുന്ന ഒരു അസോസിയേഷനാണ്. യൂണിറ്റുകളിലും എല്ലാ യൂണിറ്റുകളും നല്ല രീതിയിൽ പ്രവർത്തനം നടക്കുന്നു. ഓരോ 2 വർഷം കൂടുമ്പോഴും ഇലക്ഷൻ നടക്കുന്നു. പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നു. റബ്ബർ കച്ചവടക്കാർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് നമ്മുടെ സംഘടനയുടെ പ്രധാന ഉദ്ദേശം. ഈ സമയത്ത് റബ്ബറിന് നല്ല വിലയുള്ളതുകൊണ്ട് കച്ചവടക്കാരെയും കൃഷിക്കാരെയും സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങൾ ഈ മേഖലയിലില്ല. ഈ ഓഫ് സീസണായി എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഈ വില തുടർന്ന് നിൽക്കുകയാണെങ്കിൽ കച്ചവടക്കാർക്കും കൃഷിക്കാർക്കും അത് വളരെ നല്ലതാണ്. ജനറൽ ബോഡി യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് ജോസഫ് വർഗീസ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി KG വർഗീസ് കഴിഞ്ഞ പ്രവർത്തന വർഷങ്ങളിലെ റിപ്പോർട്ടും കണക്കും യോഗത്തിൽ അവതരിപ്പിച്ചു. IRDF ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം EK കൃഷ്ണൻകുമാർ, KVVS പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ, MK റെജി, ടോമി ജോസഫ് എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി ജോസഫ് വർഗീസ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റായി രജനികാന്ത, സെക്രട്ടറിയായി VP ജിബിൻ, ജോയിന്റ് സെക്രട്ടറിയായി CKD മുനീർ, ട്രഷററായി MT കരീമിനെയും തിരഞ്ഞെടുത്തു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. KSFE വളാഞ്ചേരി ബ്രാഞ്ചിൽ ഉടൻ ആരംഭിക്കുന്നു 100 മാസ ചിട്ടി. 25 ലക്ഷം രൂപയുടെ ചിട്ടി. വീട് പണിയാൻ, ബിസിനസ്സിന് എല്ലാത്തിനും അനുയോജ്യം. വളാഞ്ചേരി ബ്രാഞ്ചുമായി ഉടൻ ബന്ധപ്പെടുക.